ഹലോ ഗൈസ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കൊഞ്ച് ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും കൊഞ്ച് നല്ല ഇഷ്ടമാണ് കേട്ടോ. അത് വറുത്തരച്ച് തീയിൽ വെക്കുന്നതാണ് എൻ്റെ മോന് കൂടുതൽ ഇഷ്ടം. പക്ഷെ അവന് എരിവ് അത്ര ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഈ കൊഞ്ച് ക്ലീൻ ചെയ്തെടുക്കുന്നത് ഇത്തിരി മെനക്കെട്ട പരിപാടിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ആ മിഡ് മോഷനിലെ വേസ്റ്റ് എടുത്ത് കളയുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. പ്രത്യേകിച്ച് ചെറിയ കൊഞ്ച്. ഇങ്ങനെയുള്ള കൊഞ്ച് മേടിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം അതിൻ്റെ ഷെല്ലെല്ലാം കളഞ്ഞ് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നീട് നൈഫ് കൊണ്ട് അതിൻ്റെ മിഡിലെ പോർഷൻ ക്ലീൻ ചെയ്യാറാണ് പതിവ്. പിന്നെ ഇന്ന് എന്നെ സഹായിക്കാൻ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. പുള്ളി വേറൊന്നും ചെയ്തില്ലെങ്കിലും തേങ്ങ തിരുമ്മി തരും. നല്ല വൃത്തിക്ക് എനിക്ക് തേങ്ങ തിരുമ്മി തന്നു. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കണം. അതാണ് ആദ്യത്തെ ടാസ്ക്. അപ്പോൾ ഞാൻ വറുത്തെടുക്കാൻ വേണ്ടി അതിനകത്ത് ചെറിയ ഉള്ളിയും കുരുമുളകും കറിവേപ്പിലയും ചേർത്തിട്ടില്ല. നിങ്ങൾക്കത് ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. കുരുമുളക് അവോയ്ഡ് ചെയ്തതിൻ്റെ ബേസിക് റീസൺ മോന് അത്ര ഇഷ്ടമല്ല. ഉള്ളിക്ക് ചെറിയൊരു മധുരം വരും. എരിവ് കുറവായതുകൊണ്ട് തന്നെ ഉള്ളി വറുത്തെടുത്ത കറിക്ക് മധുരം കൂടുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഉള്ളിയും കുരുമുളകും ഞാൻ അവോയ്ഡ് ചെയ്തത്. അപ്പോൾ ചട്ടി ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കണം. ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ. തേങ്ങ ഒരേ അളവിൽ തിരുമ്മിയെടുക്കുകയാണെങ്കിൽ കരിഞ്ഞു പോകാതിരിക്കാൻ സഹായിക്കും. ഇത് പേട്ടൻ തിരുവിയുണ്ട്, പല അളവാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. എന്നെ തേങ്ങ തിരുവാൻ വീട്ടിൽ സഹായിക്കാറുള്ളത് അഭിയേട്ടനാട്ടോ. കാരണം പുള്ളീന് ഉണ്ടെങ്കിൽ ഭയങ്കര ആശ്വാസമാണ്. എനിക്ക് തേങ്ങ തിരുവാൻ കുറച്ച് മടിയുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഇത് എനിക്ക് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ ഇത്രയാണ് ചേർത്തിരിക്കുന്നത്. അളവെന്ന് പറയുന്നത് ഒരു കൈക്കണക്കാട്ടോ. എനിക്ക് കൂടുതലായിട്ട് ഞാൻ അളവൊന്നും മെഷർമെൻ്റ് ഒന്നും നോക്കാറില്ല. അപ്പോൾ നമുക്ക് ഏകദേശം അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം അത് മിക്സ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. വെള്ളം തൊടാതെ നിങ്ങൾക്കിത് മിക്സിയുടെ ചെറിയ ജാറിൽ അരച്ചെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്തിരിക്കുന്നത്, കാരണം എന്നെ അതിന് സഹായിച്ചത് അഭിയേട്ടനാണ്. പിന്നെ ഞാൻ ഈ ടിഷ്യൂ പേപ്പർ വെച്ച് തുടയ്ക്കുന്നത് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതൊന്നുമല്ല കേട്ടോ. എപ്പോഴും ഞാനത് ചെയ്യാറുണ്ട്. ഇതുപോലൊരു ഡസ്റ്റ്ബിൻ എൻ്റെ കിച്ചൻ്റെ സൈഡിൽ കാണും. അതേപോലെ തന്നെ എൻ്റെ കിച്ചൺ വളരെ ചെറുതായതുകൊണ്ട് തന്നെ എന്തൊക്കെയാണോ ചേർക്കേണ്ട ചേരുവകൾ അതെല്ലാം തന്നെ ഒരു സൈഡിൽ ഞാൻ ഒതുക്കി ഒരു പാത്രത്തിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ, കാരണം തേങ്ങയിൽ ഞാൻ എണ്ണ ചേർത്താണ് വറുത്തത്. നിങ്ങൾക്ക് എണ്ണയില്ലാതെയും തേങ്ങ വറുത്തെടുക്കാം. നോൺ സ്റ്റിക്ക് പാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എണ്ണ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഉലുവാപ്പൊടി മീൻകറിയിൽ ചേർക്കാറില്ല, കാരണം എനിക്ക് ഉലുവാപ്പൊടി എന്തോ ഒരു വിരക്തിയാണ് അതിനോട്. അപ്പോൾ ഇതിനാവശ്യമായ ചേരുവകളായി ഞാൻ എടുത്തിരിക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, പച്ചമുളക്, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, പുളി, തക്കാളി കൊഞ്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കടുകെല്ലാം ഒന്ന് പൊട്ടിയതിന് ശേഷം നിങ്ങൾക്ക് വറ്റൽമുളക് അതിനകത്ത് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ വറ്റൽമുളക് തീർന്നിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വറ്റൽമുളക് ചേർത്തിട്ടില്ല. വറ്റൽമുളക് ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക മണവും ഒരു രുചിയൊക്കെ വരും കേട്ടോ. അപ്പോൾ എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു. അത് ഒന്ന് പച്ചമണം മാറി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പം എണ്ണ കുറച്ചൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക അടുക്കി പിടിക്കാതിരിക്കാൻ. അപ്പോൾ തീ കുറച്ച് വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ എൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പം തീ കുറച്ച് വെച്ചതിന് ശേഷം വഴറ്റിയെടുക്കുക. പിന്നെ അതിനകത്ത് ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്താൽ ഉള്ളി വേഗം വഴറ്റിയെടുക്കാൻ പറ്റും എന്നാണ് പറയാറ്. പിന്നെന്താ, എരിവ് വളരെ കുറവാണ്. അപ്പോൾ എരിവ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ എണ്ണം കൂട്ടാം. കുരുമുളക് പൊടി ചേർക്കാം. ഞാനിതിനകത്ത് കുരുമുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല, കാരണം വാവയ്ക്ക് എരിവ് അത്ര ഇഷ്ടമല്ല. ഈ വെക്കുന്ന കറിയുടെ ഏറ്റവും ഹൈലൈറ്റ് കുഞ്ഞു കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു എരിവേ ഉണ്ടാവുള്ളൂ. അവർക്ക് ഒരുപാട് സ്പൈസി കൊടുക്കുന്നത് അത്ര നല്ലതല്ലല്ലോ. കുഞ്ഞുങ്ങളുടെ അളവിന് വേണ്ടിയിട്ടാണ് ഇവിടെ കറികൾ വെക്കാറുള്ളത്. ഇവിടെ ഏട്ടനും എന്നേക്കാളും
ഞങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്ന മോനാണ്. അപ്പം മോന് ഇഷ്ടമുള്ള രീതിയിലാണ് എല്ലാ കറികളും വെക്കാറ്. ചില സമയങ്ങളിൽ നമുക്കത് ഇഷ്ടപ്പെടാറില്ല, എന്നാൽ കൂടിയും അതുപോലെയാണ്. പക്ഷേ കൊഞ്ച് കറി അങ്ങനെയല്ല, എല്ലാവർക്കും കഴിക്കാൻ പറ്റും. പക്ഷേ ഓവറായിട്ട് എരിയോ അങ്ങനെയൊന്നും വരാറില്ല. കുരുമുളകിൻ്റെ കുത്തലോ അങ്ങനെയൊന്നും ഈ കറിയിൽ ഇല്ല. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി നന്നായിട്ടൊന്ന് വഴണ്ടി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കൊഞ്ചാണ്. ചിലർ കൊഞ്ച് എപ്പോഴാണ് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറി വെന്തതിന് ശേഷം, കറി തിളച്ച് തുടങ്ങുമ്പോഴാണ് ചേർത്ത് കൊടുക്കാറ്. പക്ഷെ ഞാൻ കൊഞ്ച് ഈ ഒരു ടൈമിൽ ചേർത്ത് അത് നന്നായിട്ട് വേകുന്നിടം വരെ വെയിറ്റ് ചെയ്യും. വെന്ത് ഒരു പരുവാകുമ്പോഴാണ്, അതില്ലെങ്കിൽ ഒരു ഹാഫ് കുക്കായതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കത്തുള്ളൂ. കാരണം അരപ്പൊരു തിക്ക് കൺസിസ്റ്റൻസിയിലായിരിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് വെള്ളം ചേർത്ത് ലൂസാക്കാതെ കൊഞ്ച് ആ ഒരു ആവിയിൽ വെന്ത് അതിൻ്റെ വെള്ളമെല്ലാം ഇറങ്ങി അത് നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമായ തിക്നെസ്സിൽ നമ്മൾ ആ അരപ്പ് ഒഴിച്ചു കൊടുക്കുമ്പോൾ കറിക്ക് രുചി ഒന്നും കൂടി കൂടും. അപ്പോൾ നന്നായിട്ട് അത് വഴറ്റി എടുത്തിട്ടുണ്ട്. നല്ല എളുപ്പം കേട്ടോ ഇത് വെക്കാൻ, ഒരുപാട് സമയമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു തേങ്ങ വറുത്തെടുക്കുന്നൊരു സമയം മാത്രമാണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും അതിനകത്ത് വെള്ളമെല്ലാം കൊഞ്ചിട്ട് ഊറി ഇറങ്ങിയിരിക്കുന്നത്. അതിനുശേഷം ഞാൻ കുറച്ച് പുളിവെള്ളവും തേങ്ങയും കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് പിന്നീട് നമുക്കത് അടച്ച് വയ്ക്കാം. ഈ ഒരു ടൈമൊക്കെ ആകുമ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല, ആവശ്യത്തിന് പുളി ഒഴിച്ചു കൊടുക്കുക. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് പുളിയും എരിയും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കാനുള്ളത്. എരിവ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ പച്ചമുളകോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിതിനകത്ത് നിങ്ങൾക്കിപ്പോൾ കണ്ടറിയാം എരിവ് നല്ല കുറവാണ്. മുളക് പൊടിയൊക്കെ അതിൻ്റേതായ കറക്റ്റ് അളവിലേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് അടച്ച് വെച്ച് വേവിച്ച് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും വേവിൻ്റെ ആവശ്യമില്ല. ഏകദേശം ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് അത് ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ കൊഞ്ച് കറിയുടെ രുചി എന്ന് പറയുന്നത് ഒരു കൊഞ്ച് വെച്ച് നമുക്കിപ്പോൾ ഉച്ചയ്ക്ക് വെക്കുകയാണെങ്കിൽ വൈകുന്നേരം കഴിക്കുമ്പോഴാണ് അതിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം കൊഞ്ചൊക്കെ കുറച്ച് നേരത്തെ വെച്ച് വെക്കണം. അത് തണുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിൻ്റെ കറിയുടെ രുചി തന്നെ മാറും. അത് കൊഞ്ചിഷ്ടമുള്ളവർക്ക് അറിയായിരിക്കും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഏകദേശം ഈ ചാനൽ തുടങ്ങിയിട്ടൊരു 4-5 മന്ത്സായി. അപ്പോൾ എൻ്റെ ചാനലിൽ എന്തെങ്കിലും മിസ്റ്റേക്സുകൾ നിങ്ങൾക്ക് വീഡിയോയിൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്നെ ഇത്രയും നേരം എൻ്റെ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് വീഡിയോസ്. അപ്പോൾ ഇതാണ് കൊഞ്ച് കറിയുടെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ ഏകദേശം നമ്മുടെ കറിയുടെ മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു, ഞങ്ങളെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.